ഹലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരുന്നു. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ഈ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷന് വേറൊരു പേരും കൂടെ ഉണ്ട്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എന്നാൽ നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ഓർ വാട്ട് ഡസ് ദാറ്റ് ലോ സ്റ്റേറ്റ്സ് എന്ന് നോക്കിയാലോ. So, in a chemical substance, the elements are always present in definite proportion by mass എന്നാണ് ഈ ലോ പറയുന്നത്. പ്രൗസ്റ്റ് ആണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്തത്. സോ എന്താ ഈ പറയുന്നത് അല്ലേ? ഓക്കെ, നമുക്കൊരു കെമിക്കൽ സബ്സ്റ്റൻസ്, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എടുക്കാം, നമ്മുടെ സ്വന്തം വാട്ടർ. H2O എന്നാണ് വാട്ടറിൻ്റെ കോമ്പിനേഷൻ. സോ ഈ സയൻറ്റിസ്റ്റിനെ പറ്റിയൊക്കെ പഠിച്ചപ്പം സയൻറ്റിസ്റ്റ് എന്താ കണ്ടെത്തിയെന്നറിയാമോ? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി 1 gram ഓഫ് ഹൈഡ്രജൻ എടുത്താൽ അതിൻ്റെ കൂടെ 8 gram ഓഫ് ഓക്സിജനും എടുക്കേണ്ടി വരും ബൈ അതിൻ്റെ മാസ് അനുസരിച്ച്. അതിപ്പോൾ വാട്ടർ, സീ വാട്ടർ ആണെങ്കിലും റിവർ വാട്ടർ ആണെങ്കിലും കിണറ്റിലെ വെള്ളമാണെങ്കിലും എന്ന് വേണ്ട ഓടയിലെ വെള്ളമാണെങ്കിലും വരെ ഈ H2O എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കും, ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ എന്നാ പിന്നെ നമുക്ക് വേറൊരെണ്ണം നോക്കിയാലോ. NH3 എന്താ? അമോണിയ. അമോണിയ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നൈട്രജൻ ആൻഡ് 3 atoms ഓഫ് ഹൈഡ്രജൻ. അതിൻ്റെ മാസ് റേഷ്യോ നോക്കിയപ്പോൾ അവിടെ കിട്ടി 14:3. അതിപ്പോൾ ലാബിൽ ഉണ്ടാക്കിയാലും ഏത് മെത്തേഡിലും നമ്മൾ അമോണിയ ഉണ്ടാക്കിയാലും സയൻറ്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? അത് 14:3 റേഷ്യോ ബൈ മാസ്. അതിൻ്റെ മാസ് അനുസരിച്ച് ഈ അളവിൽ മാത്രമേ കമ്പൈൻ ചെയ്യത്തുള്ളൂ, വേറൊരു അളവിലും ഇത് കമ്പൈൻ ചെയ്യത്തില്ലെന്ന് മനസ്സിലായി. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ഇതൊക്കെ ആയാലും ഈ 2 ലോസും കറക്റ്റായിട്ടൊരു എക്സ്പ്ലനേഷൻ അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ജോൺ ഡാൾട്ടൺ കുറേ തിയറിയുമായിട്ട് വന്നത്. ആൻഡ് ജോൺ ഡാൾട്ടൻ്റെ തിയറിയുടെ പേരാണ് അറ്റോമിക് തിയറി. ആറ്റം ആയിരുന്നു താരം. ജോൺ ഡാൾട്ടൺ ആറ്റമാണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, ഈ ലോകത്തിലുള്ള എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും കുഞ്ഞു പാർട്ടിക്കിളായിട്ടുള്ള ആറ്റത്തിൽ നിന്നാണെന്നും അതിനെപ്പറ്റി കുറേ കാര്യങ്ങളും പറഞ്ഞു. ഈ ലോസും ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അറ്റോമിക് തിയറിയെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ബൈ.